ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സജിൽ ലത്തീഫ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിൽസ് ടെക് സെന്ററിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ ജോബിനെ കുറിച്ചാണ്. ഇപ്പോൾ ഏതൊരു ലാംഗ്വേജും നമുക്ക് ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫൈവറിലൊക്കെ ഞാൻ ആദ്യം ട്രൈ ചെയ്തിരുന്നപ്പോൾ ഈ ജോബിനൊക്കെ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പോലത്തെ വർക്കൊക്കെ ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. പക്ഷേ ഈ ഇതുപോലുള്ള ട്രാൻസ്ലേറ്റിംഗ് ജോബ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്നൊക്കെ യൂസ് ചെയ്തിരുന്നത് തീർച്ചയായിട്ടും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തന്നെയാണ്. പക്ഷേ ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പോൾ സ്പാനിഷ് ലാംഗ്വേജിൽ നിന്ന് എങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും ഇതറിയാം, പക്ഷെ അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എസ്പെഷ്യലി ഈ ഇറ്റാലിയൻസ്, സ്പാനിഷ്, അതുപോലെ ജർമ്മൻസ്, ഇവർക്കൊന്നും ഇപ്പോഴും മിക്ക ആളുകൾക്കും അറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അല്ല, മറിച്ച് മറ്റൊരു വെബ്സൈറ്റ് ആണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനേക്കാളും നല്ല യുണീക്നെസ് നമുക്ക് തരുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു സർവീസ് നമുക്ക് ഏതൊരു സൈറ്റിൽ വേണമെങ്കിലും, ഏതെങ്കിലും ഒരു ഫ്രീലാൻസിങ് സൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. $5 മുതൽ മുകളിലേക്ക് നമുക്ക് ഏൺ ചെയ്യാനും സാധിക്കും. ഏകദേശം ഒരു 2-3 മിനിറ്റിന്റെ പണിയുള്ളത്. $5 നമുക്ക് തീർച്ചയായിട്ടും ഏൺ ചെയ്യാം. അതുകൂടാതെ ഇപ്പോൾ ഫ്രീലാൻസിങ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കരുത്, ലോക്കലായിട്ടുള്ള വർക്കുകൾ ഒരുപാട് ഇപ്പോൾ നമുക്ക് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാനിപ്പോൾ ലോക്കലായിട്ട് ഒരുപാട് ഇപ്പോൾ ആനിമേഷൻ വർക്കും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് വർക്കൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ലിങ്ക്ഡിനിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു പോസ്റ്റ് ഇടും. ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയോ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത വർക്കുകളെല്ലാം ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യും. അതുകൂടെ തന്നെ എൻ്റെ ഇമെയിൽ ഐഡിയും കൊടുക്കും അല്ലെങ്കിൽ മൊബൈൽ നമ്പറും കൊടുക്കും. ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആനിമേഷൻ വീഡിയോസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഡൽഹി അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് വർക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫൈവറിലൊക്കെ ഞാനിപ്പോൾ സാധാരണ അതിനൊക്കെ പേയ്മെന്റ് ചെയ്യുന്നത്, ഫൈവറിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 20% നമ്മളെ നിന്ന് പിടിക്കും. ഇപ്പോൾ മലയാളിയാണ് ഇപ്പോൾ എനിക്ക് വർക്ക് തരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 20% കുറച്ച് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം മലയാളികൾ നമുക്ക് അത്രയും ഒന്നും ഇപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്ന ആളുകളായിരിക്കും, അത്രയൊന്നും നമ്മൾ പേയ്മെന്റ് മേടിക്കാൻ പാടില്ല. അപ്പോൾ ഫൈവറിൽ നിന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പേയ്മെന്റിലെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ സാധിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുക. അതുമല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിടുക, അത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെല്ലാം നമ്മളുടെ ആഡുകൾ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് കൂടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒരു ബ്ലോഗോ വെബ്സൈറ്റ് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൺ കണക്കിന് വർക്ക് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ വിശ്വാസം ആളുകൾക്ക് വരും. നിങ്ങളുടെ മുമ്പുള്ള വർക്കുകളെല്ലാം അതിൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ക്ലയൻസിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ സെയിം പ്രോസസ്സ് തന്നെ ഈ ട്രാൻസ്ലേഷൻ ജോബിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ട്രാൻസ്ലേഷൻ സർവീസിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സർവീസ് നമുക്ക് ഏതൊരു ഫ്രീലാൻസിങ് സൈറ്റിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫൈവറിൽ നമുക്ക് ഈ ഒരു സർവീസ് ചെയ്യാൻ സാധിക്കും. ഏതൊരു ലാംഗ്വേജ് വേണമെങ്കിലും ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഫൈവറിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഇതുവരെ ചെയ്തത്. എന്നാൽ പുതിയൊരു ഫ്രീലാൻസിങ് സൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ തുടക്കത്തിലായത് കാരണം അത്യാവശ്യം വർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്തിടുക, ഗിഗെല്ലാം ക്രിയേറ്റ് ചെയ്തിടുക. പതിയെ നിങ്ങൾക്ക് വർക്കെല്ലാം എന്തായാലും ലഭിക്കും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന്. ഇതുപോലെയായിരുന്നു ഫൈവറിൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇതുപോലെ ഒരു പുതിയ സൈറ്റ് തന്നെയായിരുന്നു ഫൈവറും. ക്വിക്ക് ആൻഡ് ഗിഗ്സ് എന്നാണ് ഈ ഒരു സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ എല്ലാ ലിങ്കുകളും ഞാൻ എൻ്റെ ബ്ലോഗിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. കാരണം ചില വെബ്സൈറ്റുകൾ അവരുടെ പേരോ അല്ലെങ്കിൽ ലോഗോയോ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മെയിൽ വരുന്നുണ്ട്, അത് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് ഇപ്പോൾ സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും അതുപോലെ തന്നെ ലിങ്കുകളും എല്ലാം ബ്ലോഗിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഒരു യൂസർ നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ്, യൂസ് ടൈപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ സെല്ലർ കൊടുക്കുക. ഞാനിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇമെയിൽ അഡ്രസ് അതുപോലെ തന്നെ യൂസർ ടൈപ്പ് സെല്ലർ, ദെൻ ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൺഫേം ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, കമ്പനി നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേരോ മറ്റോ കൊടുത്താൽ മതി ഇവിടെ. അതിനുശേഷം രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഇതിൻ്റെ രജിസ്റ്റർ എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് സെല്ലർ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പുതിയൊരു വെബ്സൈറ്റ് കാരണം എല്ലാ പ്രോസസ്സും വളരെ സ്പീഡാണ്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ
അപ്രൂവൽ പ്രോസസ്സൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ വെരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്തിട്ട് അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ മൈ അക്കൗണ്ട്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ്സ് എടുക്കുക. ദെൻ സെറ്റിങ്സ്, ഏറ്റവും മുകളിലുണ്ടാവും സെറ്റിങ്സ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആകെ പയോനിയർ അക്കൗണ്ട് മാത്രമേ നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഫൈവറിന് വേണ്ടിയിട്ട് നിങ്ങൾ പയോനിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം മെയിൽ ഐ ഡി, ഇമെയിൽ ഐ ഡി തന്നെ ഇവിടെ കൊടുക്കുക, അത് ക്രിയേറ്റ് ചെയ്തത്. ദെൻ സേവ് ചേഞ്ചസ് കൊടുക്കുക. ഇനിയിപ്പോൾ പയോനിയർ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ സെയിം പ്രോസസ്സ് തന്നെ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഫൈവറിലോ ഫൈവ് സ്കിഡിലോ ഗിഗ് ബക്സിലൊക്കെ ഈ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ പുതിയൊരു വെബ്സൈറ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പയോനിയർ ഇമെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ വരിക, ജോബ്സ് എടുക്കുക. ജോബ്സിൽ പോസ്റ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ ജോബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെയിം ടൈറ്റിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ ട്രാൻസ്ലേറ്റ് സ്പാനിഷ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ് ടു 150 വേർഡ്സ് അല്ലെങ്കിൽ 500 വേർഡ്സ് എന്നോ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ആയിരിക്കണം ഒരു ടൈറ്റിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഏകദേശം ഇതുപോലൊരു ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം ഗിഗ് പ്രൈസ്, ഇപ്പോൾ നമുക്ക് തുടക്കത്തിലായിരുന്നു 5 കൊടുത്താൽ മതി. അതിനുശേഷം കാറ്റഗറി സെലക്ട് ചെയ്യുക. കാറ്റഗറി വന്നിട്ട് റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സെക്ഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. വീണ്ടും സബ് കാറ്റഗറി വരും, അതിൽ നിന്നിട്ട് ട്രാൻസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ ബയ്യർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെർച്ചിൽ വന്നിട്ട് ട്രാൻസ്ലേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാവർക്കും ഇപ്പോൾ 0 റിവ്യൂസ് ആണ്, പുതിയ സൈറ്റ് ആയത് കാരണമാണത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹമൊക്കെ ഇപ്പോൾ പുതിയ അക്കൗണ്ടായിട്ടും ചാർജ് ചെയ്യുന്നത് ബേസിക് $15. അപ്പോൾ നിങ്ങൾ $5 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ മറ്റ് ഓപ്ഷൻസ് എല്ലാം ഫൈവറിൽ പോലെ തന്നെയാണ് 3 പാക്കേജായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യില്ല, ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടാഗ് എന്ന് പറയുന്നത് കീവേഡാണ്. ഇവിടെ ട്രാൻസ്ലേഷൻ എന്ന് കൊടുക്കുക. ദെൻ ഒരു കോമ കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ സ്പാനിഷ് ആണെങ്കിൽ സ്പാനിഷ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം മറ്റുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന, ഇദ്ദേഹം ഇപ്പോൾ റഷ്യൻ ലാംഗ്വേജാണ് ചെയ്യുന്നത്, അപ്പോൾ റഷ്യൻ ആൻഡ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇറ്റാലിയനോ അല്ലെങ്കിൽ ഫ്രഞ്ചൊക്കെ ആണെങ്കിൽ അത് ആ ഒരു കീവേഡ് ഇവിടെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഒരു ഓപ്ഷനിലേക്ക് പോവുക, ബയ്യർ ഇൻഫർമേഷൻ. ഇവിടെയാണ് ബയ്യർ നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ പ്ലീസ് പ്രൊവൈഡ് യുവർ ടെക്സ്റ്റ് ഫോർ ട്രാൻസ്ലേഷൻ എന്ന് വേണമെങ്കിൽ ഒരു ചെറിയൊരു നോട്ട് നമുക്ക് കൊടുക്കാം. ഇൻ വേർഡ് ഓർ ടെക്സ്റ്റ് ഫോമാറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ വേർഡ് ഫയലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയലിലായിരിക്കും അവർ തരുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഡേയ്സ് ടു ഡെലിവർ ഒരു 2 ദിവസം കൊടുത്താൽ മതി. ദെൻ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ലൊക്കേഷൻ ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ ഗ്ലോബലായിട്ട് നമുക്ക് ഓർഡർ വരാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കവർ പേജ് നിങ്ങൾ കൊടുക്കണം. ഞാനിപ്പോൾ കവർ പേജ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കവർ പേജ് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗിഗ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇമേജും ഇവിടെ കൊടുക്കുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലൊരു ഇമേജ് നിങ്ങൾ കൊടുക്കുക. ഇനി വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ ഇപ്പോൾ ട്രാൻസ്ലേഷൻ സർവീസിനൊന്നും വീഡിയോ ഉണ്ടാവാൻ സാധ്യതയില്ല, അപ്പോൾ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ബ്ലാങ്ക് ഇടാം നമുക്ക്. ഓക്കെ, ദെൻ എക്സ്ട്രാ കൊടുക്കുക. എക്സ്ട്രായിൽ നമുക്കിപ്പോൾ ഫാസ്റ്റ് ഡെലിവറി, ഇപ്പോൾ 2 ദിവസമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, 1 ദിവസത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു $5 എക്സ്ട്രാ ചാർജ് ചെയ്യാം. ദെൻ 1 ഡേ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 1 ദിവസത്തിനുള്ളിൽ ആ ഒരു വർക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു $5 കൂടി നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അഡീഷണൽ റിവിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം ഒരു $5 1 ഡേ. അതുപോലെ തന്നെ വേണമെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാം, അതായത് 1-2 പ്രാവശ്യം റിവിഷൻ കൊടുക്കാം എന്നാണ് ഇതിനർത്ഥം. ഇനി എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ, ഇപ്പോൾ 500 വേർഡ്സിനാണ് നമ്മളിപ്പോൾ ഈ ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു 1000 വേർഡ്സിന് ഉള്ള സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ട് ഇവിടെ കൊടുക്കുക. ഐ വിൽ ട്രാൻസ്ലേറ്റ് സ്പാനിഷ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റ് അപ് ടു 900 വേർഡ്സ് എന്നോ അല്ലെങ്കിൽ 1000 വേർഡ്സ് ഫോർ എക്സ്ട്രാ $4 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അത് എക്സ്ട്രാസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് വീണ്ടും സെറ്റിങ്സിൽ പോയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത് നമുക്ക് ബ്ലാങ്ക് ഇടാൻ വേണമെങ്കിൽ ഓക്കെ. അതിനുശേഷം പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗിഗ് പബ്ലിഷ് ആവും. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ,
ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റൻ്റ് ആയിട്ട് പബ്ലിഷ് ആകുന്നതാണിത്. കാരണം പുതിയ സൈറ്റ് ആയത് കാരണം ഇപ്പോൾ എല്ലാം ഫ്ലെക്സിബിൾ ആണ്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ചെയ്ത ഗിഗ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും വരിക, എഡിറ്റ് ചെയ്യുക, ആവശ്യമുള്ള ഭാഗം നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ട്രാസ് എല്ലാം ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈലും മറ്റു കാര്യങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, ഇമേജ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഫൈവറിൽ ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, ഒരു പ്രൊഫൈൽ ഇമേജ് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, ഇപ്പോൾ ഫൈവറിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ആ സെയിം ടെക്സ്റ്റിനെ നിങ്ങൾക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ സ്കിൽസും മറ്റു കാര്യങ്ങളും, ലാംഗ്വേജ് അറിയാവുന്ന ലാംഗ്വേജുകൾ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുക. ഇതെല്ലാം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഇപ്പോൾ ക്ലയൻറ്റ്സ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഗിഗ് കാണുമ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, എന്തായാലും പ്രൊഫൈൽ ഇമേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് ഇടാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ലോഗോയോ നിങ്ങളുടെ ഈ പേരിനായിട്ട് സാമ്യമുള്ള എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ നിങ്ങൾക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ക്വിക്ക് ആൻഡ് ഗിഗ്സിൽ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗിഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോൾ തന്നെ ആളുകൾക്കെല്ലാം വർക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലോഗോ ഡിസൈനിങ് മറ്റു കാര്യങ്ങളിലെല്ലാം വർക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഓരോ സെക്ഷൻ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം വർക്കൊക്കെ നമ്മൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബാഡ്ജുകൾ, പുതിയ ഇപ്പോൾ ടോപ്പ് റൈറ്റഡ് സെല്ലർ എന്ന് പറയുന്ന ബാഡ്ജൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗിഗ് ഇവിടെ ഫീച്ചർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ കുറച്ച് ടൈം എന്തായാലും എടുക്കും, കാരണം പുതിയ സൈറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ജോബ്, ഇദ്ദേഹത്തിന് 5 ഓർഡർ അല്ലെങ്കിൽ 5 റിവ്യൂസ് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്, പുതിയ സൈറ്റ് ആണെങ്കിൽ കൂടി തന്നെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു വെബ്സൈറ്റാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വെബ്സൈറ്റാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് translation2.parallink.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി പ്രോംപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്. പ്രോംപ്റ്റ് ഓൺലൈൻ ട്രാൻസ്ലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം, അതുമല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്കിപ്പോൾ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടാൻ ഈ പ്രോംപ്റ്റ് ഓൺലൈൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ്, ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സൈറ്റ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, യാതൊരു പേയ്മെൻറ്റും നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ക്വിക്ക് ആൻഡ് ഗിഗിലാണെങ്കിലും അല്ലെങ്കിൽ ഫൈവറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈറ്റിലൊക്കെ ആണെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇതിൽ ഒരുപാട് ലാംഗ്വേജസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കൂടി തന്നെ 1-2 ലാംഗ്വേജ് മാത്രം നിങ്ങളിതിൽ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടു ഇംഗ്ലീഷ്, അങ്ങനെ 2 ഗിഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ജർമ്മനിലേക്ക് മാറ്റാൻ പോവുകയാണ്. കോപ്പി, ഇംഗ്ലീഷ് ടു ജർമ്മൻ ആണ്. ഇവിടെ വന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതാകെ നിങ്ങൾ ചെയ്യേണ്ടത് കോപ്പി ചെയ്യുക, ദെൻ ഒരു ഇതുപോലൊരു വേർഡ് ഫയലിലേക്ക് പേസ്റ്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ 1000 ക്യാരക്ടേഴ്സിൽ കൂടുതൽ ഇതിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇത് 1000 ക്യാരക്ടേഴ്സിൽ കൂടുതൽ ഉണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ്. ഇത് നമ്മൾ കോപ്പി ചെയ്ത് മൊത്തമായിട്ട് ഇവിടെ ഇടുകയാണെങ്കിൽ എന്തെങ്കിലും എറർ കാണിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കും, ദ ഫ്രീ സർവീസ് ഈസ് ഏബിൾ ടു ട്രാൻസ്ലേറ്റ് അപ് ടു 1000 ക്യാരക്ടേഴ്സ് അറ്റ് വൺ ടൈം. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ 1000 ക്യാരക്ടേഴ്സ് മാത്രം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ഒരു ലൈന് ആദ്യം എടുക്കുക, അത് കോപ്പി ചെയ്ത് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ഇത്രയും എടുക്കുക, വീണ്ടും കോപ്പി ചെയ്യുക, ഇവിടെ വീണ്ടും വരിക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ട്രാൻസ്ലേറ്റ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗം ഇവിടെ ട്രാൻസ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അത് വീണ്ടും കോപ്പി ചെയ്യുക, വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ താഴെ വന്നിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതും മറ്റൊരു ലാംഗ്വേജിലായത് കാരണം ഇതുപോലുള്ള വേർഡിൽ ഇതുപോലെ ഒരു റെഡ് കളർ എറർ അല്ലെങ്കിൽ അണ്ടർലൈൻ കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇംഗ്ലീഷ് ഗ്രാമർ അല്ലാത്തത് കാരണമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോ ഗ്രാമർ ചെക്ക് ചെയ്യുന്നത് കാരണമാണ്, ആ ഓപ്ഷൻ ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണമാണ് ഈ ഒരു ലൈൻ താഴെ കാണിക്കുന്നത്. ഇംഗ്ലീഷിൽ അതുണ്ടാവില്ല. ഇംഗ്ലീഷിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണിക്കുള്ളൂ. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഏതൊരു ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും മറ്റേത് ലാംഗ്വേജിലേക്കോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം
ഇപ്പോൾ അറബിക് ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. ആ ഒരു ഓപ്ഷൻ ഇവിടെ വരും, അറബിക് ടു ഇംഗ്ലീഷ്. അതുമല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജ് വേണം എന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ലാംഗ്വേജസ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ പ്രോംപ്റ്റ് ഓൺലൈൻ ട്രാൻസ്ലേഷൻ ആക്റ്റീവ് ആകില്ല. അതിന് പകരം നിങ്ങൾ ഒന്നില്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ട്രാൻസ്ലേറ്റർ എടുക്കുക, അതല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുക്കുക. മൈക്രോസോഫ്റ്റും കുറച്ച് അത്യാവശ്യം നല്ലത് തന്നെയാണ്. അപ്പോൾ ചില ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ബംഗാളിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 ഓപ്ഷൻ മാത്രമേ വരുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നേപ്പാളി ആണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അപ്പോൾ നമ്മൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ് ഇതുപോലുള്ള ലാംഗ്വേജസുകളാണ് നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കോപ്പി പേസ്റ്റ് ജോബ് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സർവീസാണിത്. അപ്പോൾ യാതൊരു സ്കിൽസും ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ എൻ്റെ ബ്ലോഗിൽ കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. അത് മുഖേന നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിൻ്റെ മലയാളം വേർഷനും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് എന്നുള്ള സെക്ഷനിൽ നിന്ന് മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വായിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ സെയിം സർവീസ് തന്നെ നിങ്ങൾക്ക് മറ്റ് ഏത് ഫ്രീലാൻസിങ് സൈറ്റുകളിൽ വേണമെങ്കിലും ഇതിൻ്റെ ഗിഗ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫൈവറിലൊന്നും ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ലിങ്കുകൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഫൈവർ, ഫൈവ്സ്കിഡ്, ഗിഗ് ബഗ്സ്, ട്രൂലാൻസർ ഇതിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സെയിം ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഗിഗ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി എല്ലാം പ്രൊമോട്ട് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ വർക്കൊക്കെ വന്ന് തുടങ്ങുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ലിങ്ക്ഡിനിലൂടെ നമുക്കെങ്ങനെ അത്യാവശ്യം വർക്കൊക്കെ പിടിക്കാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യുന്നതാണ്. മറ്റു പ്ലാറ്റ്ഫോംസിനേക്കാൾ കുറച്ചുകൂടി എനിക്കിപ്പോൾ വർക്ക് കിട്ടുന്നത് ലിങ്ക്ഡിനാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലിങ്ക്ഡിനിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഗിഗിന് കിട്ടുകയും ചെയ്യും. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല പേജ് റാങ്ക് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ്. കൂടുതൽ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടുതൽ കണക്ഷൻസൊക്കെ നമുക്കതിൽ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ കൂടി ഉണ്ടാകും. ഞാൻ അധികം നാളൊന്നും യൂസ് ചെയ്യാതിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കൂടുതൽ വർക്ക് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം വർക്കെല്ലാം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ വർക്കെല്ലാം അത്യാവശ്യം അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കൂടി നെക്സ്റ്റ് എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സർവീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതൊരു സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സർവീസ് കൂടിയാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒഴിവാക്കുക, മറ്റുള്ള ഈ പ്രോംപ്റ്റ് ഓൺലൈൻ ട്രാൻസ്ലേഷൻ എടുക്കുക. നിങ്ങൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ മൊബൈലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മൊബൈലിലാണെങ്കിൽ ഈ ക്രോം യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിന് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.